ഒരു പ്രശസ്ത ഗായകൻ റിമി ടോമിയുടെ അവസരം ഇല്ലാതാക്കാൻ ശ്രമിച്ചു. സംവിധായകനും നടനുമായ ആലപ്പി അഷ്റഫാണ് ഇക്കാര്യം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. തൻ്റെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയാണ് ആലപ്പി അഷ്റഫ് ഈ അറിയാക്കഥകൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്. റിമി ടോമിയുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ ആലപ്പി അഷ്റഫ് തുറന്നു പറഞ്ഞു. തൻ്റെ അവസരം ഇല്ലാതാക്കാൻ ആ ഗായകൻ ശ്രമിച്ചു എന്ന് മനസ്സിലാക്കിയ റിമി പിന്നെ അയാളുമായി ഒരിക്കലും സഹകരിച്ചില്ല എന്നും അദ്ദേഹം പറഞ്ഞു. സിംഗപ്പൂരിൽ മലയാളി അസോസിയേഷനു വേണ്ടി താൻ കോർഡിനേറ്റ് ചെയ്ത ഒരു പരിപാടിയിൽ റിമി മുമ്പ് പങ്കെടുത്ത കാര്യവും ആലപ്പി അഷ്റഫ് ഓർത്തെടുത്തു. റിമിയുടെ വിവാഹം കഴിഞ്ഞുള്ള ആദ്യത്തെ ഹണിമൂൺ ട്രിപ്പായിരുന്നു ആ പ്രോഗ്രാം എന്നും അദ്ദേഹം പറഞ്ഞു. ഗായകൻ വിധു പ്രതാപിൻ്റെയും ഹണിമൂൺ ട്രിപ്പായിരുന്നു ആ സിംഗപ്പൂർ യാത്ര. ആരെയും വിഷമിപ്പിക്കാതെയുള്ള നല്ല പെരുമാറ്റവും ഇടപെടലും തമാശ കലർന്ന സംസാരവും വിനയവുമെല്ലാമാണ് റിമി ടോമിയുടെ സവിശേഷത എന്നും അദ്ദേഹം പറഞ്ഞു. റിമിക്ക് കലാരംഗത്ത് ശത്രുക്കൾ കുറവാണ് എന്നും ആലപ്പി അഷ്റഫ് കൂട്ടിച്ചേർത്തു. ഒരിക്കൽ താൻ സംവിധാനം ചെയ്ത സിനിമയ്ക്ക് വേണ്ടി റിമി ടോമി മദ്രാസിൽ പാടാൻ വന്ന കാര്യവും അദ്ദേഹം വീഡിയോയിൽ പങ്കുവച്ചിട്ടുണ്ട്. രഘുകുമാറായിരുന്നു സംഗീത സംവിധായകൻ. അദ്ദേഹം നിർദ്ദേശിച്ച ഗായികയെ മാറ്റിയിട്ടാണ് ആലപ്പി അഷ്റഫ് റിമിക്ക് അവസരം കൊടുത്തത്. എന്നാൽ അന്ന് പാട്ടുപാടി കഴിഞ്ഞ റിമി ടോമി കരഞ്ഞുകൊണ്ടാണ് സ്റ്റുഡിയോ റൂമിൽ നിന്നും പുറത്തേക്ക് വന്നത്. കാരണം അന്വേഷിച്ചപ്പോൾ ഒന്നുമില്ല എന്ന് റിമി ടോമി മറുപടി പറഞ്ഞെങ്കിലും അകത്ത് കയറി കാര്യം തിരക്കിയപ്പോൾ മ്യൂസിക് ഡയറക്ടർ ഒരു കാര്യവുമില്ലാതെ റിമിയെ ദേഷ്യപ്പെട്ടതാണ് കരയാനുണ്ടായ കാരണം എന്ന് മനസ്സിലായി എന്ന് ആലപ്പി അഷ്റഫ് പറഞ്ഞു. താൻ പറഞ്ഞ ഗായികയെ കൊണ്ട് പാടിക്കാത്തതിൻ്റെ ദേഷ്യം റിമിയോട് തീർത്തതാണ് എന്ന് ആലപ്പി അഷ്റഫ് മനസ്സിലാക്കി. ഇതുപോലെ ഒരു റിയാലിറ്റി ഷോയുടെ ജഡ്ജായപ്പോഴും കരഞ്ഞുകൊണ്ട് റിമി ടോമിക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്ന കാര്യവും അദ്ദേഹം പങ്കുവച്ചു. ഒപ്പം ജോലി ചെയ്തിരുന്ന സീനിയർ ജഡ്ജിനൊപ്പം നല്ല കമൻറ്റ് പറഞ്ഞത് ഇഷ്ടമാകാതെ അദ്ദേഹം റിമിയെ കളിയാക്കി ആക്ഷേപിച്ചു എന്നാണ് ആലപ്പി അഷ്റഫ് പറഞ്ഞത്. കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.